ബോളിവുഡ് നടി കരിഷ്മ കപൂറിൻ്റെ മുൻ ഭർത്താവും പ്രശസ്ത പോളോ താരവുമായ സഞ്ജയ് കപൂർ അന്തരിച്ചു. ഇന്നലെ ഇംഗ്ലണ്ടിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. ഗാഡ്സ് പോളോ ക്ലബ്ബിൽ നടക്കുന്ന മത്സരത്തിനിടെ ശ്വാസം മുട്ടലും ദേഹാസ്വസ്ഥവും അനുഭവപ്പെട്ടതോടെ സഞ്ജയ് ആ മത്സരം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഗ്രൗണ്ടിന് പുറത്തിറങ്ങിയ ഉടനെ അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായി. പോളോ കളിക്കുന്നതിനിടെ ഒരു പ്രാണി ഇദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ കുടുങ്ങിയതാണ് പെട്ടെന്ന് ശ്വാസതടസ്സവും പിന്നാലെ ഹൃദയാഘാതവും വന്നതെന്നും റിപ്പോർട്ടുണ്ട്. 2003 സഞ്ജയ് കപൂർ കരിഷ്മ വിവാഹം നടന്നത്. ദമ്പതികൾക്ക് സമീറ കിയാൻ എന്നീ 2 മക്കളുമുണ്ട്. 2014 കരിഷ്മയുമായുള്ള ഈ വിവാഹബന്ധം വേർപിന് ശേഷം സഞ്ജയ് പ്രിയ സച്ദേവിനെ വിവാഹം കഴിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാരണമാണിപ്പോൾ ചർച്ചയായി മാറുന്നത്. ഇംഗ്ലണ്ടിൽ പോളോ മത്സരത്തിനിടെയാണ് സംഭവം. പോളോ കളിക്കുന്നതിനിടെ ഒരു ഈച്ച സഞ്ജയ് കപൂറിൻ്റെ വായ്ക്കകത്ത് കയറുകയും അബദ്ധത്തിൽ സഞ്ജയ് ഇതിനെ വിഴുങ്ങുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ശ്വാസം മുട്ടലും ഹൃദയാഘാതവും സംഭവിക്കുകയായിരുന്നു. അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. ബിസിനസ്സുകാരൻ കൂടിയായ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു. ഫോബ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം സഞ്ജയ് കപൂറിൻ്റെ ആസ്തി 10,300 കോടി രൂപയാണ്. അഹമ്മദാബാദിൽ വിമാന ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു സഞ്ജയ് കപൂറിൻ്റെ ഒടുവിലത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റ്. ഇരകളായ കുടുംബങ്ങൾക്ക് ഒപ്പമാണ് എൻ്റെ പ്രാർത്ഥനയും ചിന്തകളും. ഈ വിഷമകരമായ മണിക്കൂറിൽ അവർക്ക് കരുത്തുണ്ടാകട്ടെ എന്നാണ് മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് സഞ്ജയ് കപൂർ എഴുതിയത്. ഈച്ചയെ വിഴുങ്ങിയാൽ ഹൃദയാഘാതം ഉണ്ടാകുമോ എന്നാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത്. എന്നാൽ ഈച്ചയെ വിഴുങ്ങുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം എന്നാണ് ഡോക്ടർമാരും പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളിൽ പോയ ഈച്ച തൊണ്ടയിലോ അല്ലെങ്കിൽ അന്നനാളത്തിലോ ശ്വാസനാളത്തിലോ കുത്തുകയോ മറ്റോ ചെയ്താൽ അത് വളരെ അപകടമാണെന്നാണ് ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജി ജനറൽ സെക്രട്ടറി ഡോക്ടർ CM നാഗേഷ് പറയുന്നത്. തേനീച്ച കുത്തുമ്പോൾ മനുഷ്യ ശരീരം സെൻസിറ്റീവായ ഭാഗങ്ങളിൽ വീക്കം അല്ലെങ്കിൽ അലർജി പ്രതികരണം എന്നിവയുടെ രൂപത്തിലൂടെ പ്രതികരിച്ചേക്കാമെന്നും ഡോക്ടർ നാഗേഷ് പറയുന്നുണ്ട്. സാധാരണയായി ഇങ്ങനെ സംഭവിക്കാൻ വലിയ സാധ്യതകൾ ഇല്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സാധാരണയായി തേനീച്ചയുടെ കുത്തുമൂലമുണ്ടാകുന്ന അനാഫൈലറ്റിക് പ്രതികരണമാണ് ഈ ഹൃദയസ്തംഭനത്തിന് കാരണമാകുന്നതെന്ന് മണിപ്പാൽ ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ബ്രജേഷ് കുമാർ മിശ്രയും പറയുന്നു. വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവന് തന്നെ പലപ്പോഴും അപകടമായി മാറാറുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോഴൊക്കെ പല പ്രശ്നങ്ങളും സംഭവിക്കാറുണ്ട്. അതേപോലെ വായിലൂടെ ചെവിയിലൂടെ ഒക്കെ ശരീരത്തിൽ കയറുന്ന ചെറുപ്രാണികളും പലപ്പോഴും മരണത്തിൻ്റെ ദൂതന്മാരായി മാറാറുണ്ട്. മരണം കടന്നു വരുന്ന വഴികൾ ഒരിക്കലും ഒരാൾക്കും പ്രവചിക്കാനും സാധിക്കില്ല.